10ാമത്തെ വയസ്സിൽ ഒരു പെൺകുട്ടി നമ്മളെ ഉപദ്രവിച്ചു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കൂ? ഓ ശരി, അങ്ങനെ ഉണ്ടായോ? നമ്മള് ഡോക്ടറിനെ കണ്ടിട്ടുണ്ട്, സൈക്കാട്രിസ്റ്റിനെ പോയി കണ്ടിട്ടുണ്ട് നമ്മൾക്ക് ഇങ്ങനെ മെന്റൽ ഡിപ്രഷൻ വന്നപ്പോ. ഓ ശരി ശരി ശരി. അത് ഒരിക്കലും തെറ്റല്ലല്ലോ. ഇല്ല, തെറ്റില്ല. പുതുവർഷം ഓമൽ ചിരിയോ ചെമ്പകപ്പൂ വിതളല്ല, കാണാനിവളോ അമ്പിളി കൊഞ്ചവളല്ല. 4 ആണ് ആ കല്ല ബൗണ്ടറി അടിക്കുമ്പോൾ സീസൺ നോക്കുകയാണെങ്കിലേ നോക്കണോ ഒരു പീഡനവീരൻ അല്ലെങ്കിൽ അങ്ങനെ പറയുന്ന ആൾക്കാരുണ്ട് പല വീഡിയോയിലും. കെട്ടിപ്പിടിച്ച് റീൽ ചെയ്യുന്നു, ആ വ്യക്തി നമ്മളെ പറ്റി പറയുന്നു, അങ്ങനെ പറ്റി ഒരുപാട് സംഭവങ്ങൾ നടന്നു നിന്നു. ഹലോ, നമസ്കാരം. ഞാൻ ദേവപ്രശാന്ത്. നമ്മുടെ ചാനലിൽ സെലിബ്രിറ്റീസുമായിട്ട് ഒരു ഷൂട്ട് നമ്മൾ ഇൻ്റർവ്യൂ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിൽ വളരെയധികം പ്രമുഖരായ വ്യക്തികൾ, അതുകൂടാതെ സെലിബ്രിറ്റീസ്, ഫിലിം സ്റ്റാർസ്, സോഷ്യൽ മീഡിയ വൈറലായിട്ടുള്ള താരങ്ങൾ മുതലായവരെല്ലാം നമ്മൾ ഇൻ്റർവ്യൂ ചെയ്യണം നമ്മുടെ സ്റ്റുഡിയോയിൽ വന്നിട്ട്. അപ്പോൾ ആ സമയത്ത് നമ്മൾ ആലോചിച്ചപ്പോൾ വളരെയധികം വൈബ്രൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് വെച്ച് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം എന്ന് നമുക്ക് തോന്നി. അപ്പോൾ അതിനു മുമ്പ് ഞാനൊരു പ്രിഫൈസായിട്ട് പറയുകയാണെങ്കിൽ, നമ്മൾ കുറച്ചു കാലം മുമ്പ് ഒരു പാട്ട് കേട്ടിട്ടുണ്ടാവും, സിൽസില ഹെ സിൽസില പറഞ്ഞ പാട്ട് നമ്മളൊരു 10-12 കൊല്ലം മുമ്പ് ഇറങ്ങിയതാണ്. അദ്ദേഹത്തിൻ്റെ പേര് ഹരീഷ് കലൂർ എന്തോ ആണ് തോന്നുന്നു. അദ്ദേഹത്തിൻ്റെ പാട്ട് വളരെയധികം വൈറലാവുകയും അദ്ദേഹം വളരെ ശ്രദ്ധിക്കപ്പെടുകയെങ്കിലും പെട്ടെന്നുണ്ടായ ഒരു നെഗറ്റീവ് ട്രോളിൻ്റെ മുകളിൽ അദ്ദേഹം ലൈം ലൈറ്റിൽ വരാതെ ഒളിച്ചോടുകയാണ് ചെയ്തത് എന്നാണ് ഞാൻ അറിയാൻ പറ്റിയത്. അദ്ദേഹം അന്ന് പുറത്തു വരാൻ തയ്യാറായിരുന്നെങ്കിൽ ഒരുപക്ഷെ വളരെയധികം ഫേമസ് ആയ ഒരു സ്റ്റാറായിട്ട് അദ്ദേഹം മാറുമായിരുന്നു എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതുകൂടാതെ തന്നെ പല രീതികളിലും കയറി വന്ന സ്റ്റാർ അതിനുശേഷം വന്നതാണ് നമ്മുടെ തന്നെ പ്രിയങ്കരനായ സന്തോഷ് പണ്ഡിറ്റ് എന്ന് പറയുന്ന ആ ഒരു ഡയറക്ടർ. മൾട്ടിപ്പിൾ റോളിൽ സിനിമയ്ക്ക് ഒരുപാട് കോൺട്രിബ്യൂഷൻ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ ചുരുങ്ങിയ ചെലവിൽ, അതായത് അന്നത്തെ കാലഘട്ടത്തിൽ പറയുകയാണെങ്കിൽ 5 lakh rupees കൊണ്ട് സിനിമ ചെയ്യുക എന്നുള്ളത് അപ്രാപ്യമായിരുന്ന കാലഘട്ടം. ഈവൺ ഒരു ഷോർട്ട് ഫിലിം ചെയ്യുമ്പോൾ പോലും ഒരു 5 lakh to 10 lakh rupees കോസ്റ്റ് വരും നല്ല ലെവലിൽ ചെയ്യണം എന്നുള്ള കാലഘട്ടത്തിൽ അദ്ദേഹം നല്ല രീതികളിൽ അദ്ദേഹം സിനിമ ഉണ്ടാവുകയും, എനിക്ക് തോന്നുന്നു A to Z ഓഫ് മൂവി, ക്യാമറമാൻ മുതൽ ഡയറക്ടർ മുതൽ പാട്ടുകൾ മുതൽ ഡാൻസ്, എല്ലാ സാധനങ്ങളും ആർട്ടിസ്റ്റുകൾ ഒഴിച്ച് ബാക്കി എല്ലാ കാര്യങ്ങളും അദ്ദേഹം ചെയ്തിരുന്നത്. അങ്ങനെ അദ്ദേഹം അത് വളരെയധികം ഹിറ്റായി ഫേമസ് ആയി വരികയും, അദ്ദേഹം ഫസ്റ്റ് വന്ന ട്രെൻഡ് എന്ന് പറയുന്നത് നെഗറ്റീവിലൂടെയാണ് അദ്ദേഹം കയറി വന്നത്. ഒരുപാട് വിവാദങ്ങൾ ഉണ്ടാകുകയും ഒരുപാട് പേര് ട്രോൾ ചെയ്യുകയും ഒരുപാട് പേര് കളിയാക്കുകയൊക്കെ ചെയ്ത് വന്ന് കുറച്ച് കാലത്തിനുള്ളിൽ അറിയാവുന്നവർക്ക് അറിയാമായിരുന്നു അദ്ദേഹം ബുദ്ധിജീവിയാണ്, അദ്ദേഹം നല്ല നോളജ് ഉണ്ടെന്ന്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു ട്രെൻഡ് നമ്മുടെ മലയാളികൾ മനസ്സിലാക്കിയത് വളരെ കുറച്ച് കാലത്തിന് ശേഷമാണ് അദ്ദേഹത്തിന് നല്ല ഈ നോളജ് ഉണ്ടെന്നുള്ളതും അദ്ദേഹത്തിന് എല്ലാവരും കൃത്യമായ കാഴ്ചപ്പാടുകളുണ്ടെന്നും മനസ്സിലാക്കുകയും എല്ലാം ചെയ്തത്. അതേപോലെ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ അടുത്ത കാലത്തായിട്ട് ടിക്ടോക്കിൻ്റെ കാലഘട്ടം മുതൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരുപാട് സെലിബ്രിറ്റികൾ, സ്റ്റാറുകൾ, സോഷ്യൽ മീഡിയ സ്റ്റാറുകളായിട്ട് വന്നിട്ടുണ്ട്. അതിലിപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ ദാസേട്ടൻ കോഴിക്കോട്, ഫുക്രു, അതുപോലെ തന്നെ ഇപ്പം അടുത്ത കാലത്തായി വന്ന നമ്മുടെ കൊല്ലം സുധിചേട്ടൻ്റെ വൈഫ് രേണു സുധി, ആറാട്ടണ്ണൻ, അതുപോലെ തന്നെ ഒരുപാട് പാല സജി, അങ്ങനെ ഒരുപാട് പേരുണ്ട്. പക്ഷേ നോക്കുമ്പോൾ പലരും അത്ര ആക്റ്റീവ് അല്ല ഇന്നത്തെ കാലഘട്ടം. എന്തുകൊണ്ടാണെന്ന് അറിയില്ല. ഇപ്പോൾ ടിക്ടോക്കിൽ നിന്ന് റീൽസിലോട്ടും ഷോർട്സിലോട്ടൊക്കെ മാറി നമുക്ക് വലിയൊരു പ്ലാറ്റ്ഫോംസ് വീണ്ടും കിട്ടുന്നുണ്ട്. എന്നാലും പലരും ഇപ്പോഴും ഒരു മടിച്ചു നിൽക്കുന്ന പോലെ എനിക്ക് ചിലപ്പോൾ തോന്നാറുണ്ട്. പക്ഷെ എന്നാലും ഈ കുറച്ച് പേര് നമ്മളിപ്പോൾ കേട്ട രേണു സുധി ആണെങ്കിലും ആറാട്ടണ്ണനാണെങ്കിലും നമ്മുടെ ഒപ്പമുള്ള ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാം, അദ്ദേഹമാണെങ്കിലും നമുക്ക് വളരെയധികം ഫേമസായി നല്ല ആക്റ്റീവായി നെഗറ്റീവ് പബ്ലിസിറ്റിയിലൂടെ കയറി വരുന്ന ഒരു ആർട്ടിസ്റ്റായിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ പ്രസ്സിൻ്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ, ന്യൂസ് പേപ്പറിൻ്റെ ഒക്കെ ഭാഷയിൽ പറയുകയാണെങ്കിൽ, നമുക്ക് ഒരു പോസിറ്റീവ് ന്യൂസ് കൊടുക്കണമെങ്കിൽ നമ്മൾ പെയ്ഡായിട്ട് ദേ ഹാവ് ടു സ്പെൻഡ്, ഒരു അഡ്വർടൈസ്മെൻ്റ് ആയിട്ട് കമ്പനിയുടെയോ ഒരു വ്യക്തിയുടെ നല്ല ആർട്ടിക്കിളോ അല്ലെങ്കിൽ കണ്ടന്റ് കൊടുക്കണമെങ്കിൽ പൈസ കൊടുത്തിട്ട് ചെയ്യണം. പക്ഷേ നേരെ മറിച്ചിട്ട് നെഗറ്റീവ് ന്യൂസ് ആണെങ്കിൽ 10 പൈസ ചിലവില്ലാതെ മാക്സിമം മൈലേജ് കിട്ടും. അങ്ങനെ മൈലേജിൽ കയറി വന്ന ഒരുപാട് രാഷ്ട്രീയ പ്രവർത്തകരുണ്ട്, സിനിമാ നടന്മാരും നടിമാരുണ്ട്, ഒരുപാട് സാധാരണ വ്യക്തിത്വങ്ങളുണ്ട്. അവരെല്ലാം നമ്മൾ ട്രോൾ ചെയ്യാറുണ്ട്. എന്നാൽ പോലും അവരുടെ ഒരു കഴിവെന്ന് പറഞ്ഞാൽ അവർ നെഗറ്റീവിലൂടെ കയറി വരികയും അവരുടെ തനി സ്വരൂപം, അതായത് അവർക്ക് ബുദ്ധിയുണ്ട്, വിവരമുണ്ട്, അവർ നല്ല ഇൻ്റലിജൻ്റ് ആൾക്കാരാണ് എന്നുള്ളത് അവർ സമൂഹത്തിന് മുമ്പിൽ കാണിച്ചു കൊടുക്കും. അപ്പോഴാണ് നമ്മൾ തിരിച്ചറിയുന്നത് ഓക്കെ ഇവർ കയറി വരാൻ വേണ്ടി ഉപയോഗിച്ച ടെക്നിക്കുകളാണ് ഇത് എന്നുള്ളത്. അതിനുശേഷം അവർ വളരെയധികം ഫേമസ് ആയി വരികയും അവർ കറക്റ്റായിട്ട് ലിവറേജ് ചെയ്യുകയും അവരുടെ മേഖലകളിൽ അവർ നമ്പർ 1 ആയി മാറുകയോ അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ടോപ്പ് ലെവലിൽ എത്തുകയോ ചെയ്തിട്ടുള്ള വ്യക്തിത്വങ്ങളാണ്. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് നമ്മുടെ ഫ്ലോറിൽ വന്നിരിക്കുന്നത് ശ്രീ അലൻ ജോസ് പരേരയാണ്.
അദ്ദേഹത്തിന്റെ പ്രത്യേകത പറയുകയാണെങ്കിൽ അദ്ദേഹം കുറെ കാലമായിട്ട് ആറാട്ടണ്ണനെ പോലെയും അദ്ദേഹത്തിന് സുഹൃത്താണ്. അപ്പം അദ്ദേഹം വളരെയധികം ട്രെൻഡിങ് ആയിട്ട് ന്യൂസുകളിൽ നിറഞ്ഞു നിൽക്കുകയാണ്. ഓരോ ദിവസവും അദ്ദേഹത്തിന്റെ വീഡിയോസ് എടുക്കുകയാണെങ്കിൽ മില്യൺസ് അടിക്കുന്ന ഒരു വീഡിയോ ആണ് അദ്ദേഹത്തിന് കണ്ടന്റ് എന്ന് പറഞ്ഞത്. ഒരു ഫിലിം ക്രിട്ടിക് എന്ന ലെവലിൽ വന്നു, ഒരുപാട് കോമഡികൾ ചെയ്തു, കോമഡി ഡാൻസ്, പാരഡി ഡാൻസ്, അങ്ങനെ പല കാര്യങ്ങളും ചെയ്തുകൊണ്ട് തന്നെ അദ്ദേഹം കയറി വരികയും ഇപ്പോൾ നമ്മുടെ മലയാളികൾക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു സാന്നിധ്യമായി അദ്ദേഹം മാറുകയും ചെയ്തിട്ടുണ്ട്. നോക്കുകയാണെങ്കിൽ ഇപ്പോൾ കല്യാണത്തിനോ അവരെ അദ്ദേഹത്തിന് ഇൻവൈറ്റ് ചെയ്യാറുണ്ട്, ബർത്ത്ഡേ വിഷസുകൾക്ക് വേണ്ടിയിട്ട് അദ്ദേഹത്തിന് ഇതാക്കാറുണ്ട്. നമ്മുടെ ആറാട്ടണ്ണനെ പോലെ തന്നെ അദ്ദേഹത്തിനും ഉണ്ട്. അപ്പോൾ അദ്ദേഹം നല്ല ലെവലിൽ ഇപ്പം അറിയപ്പെടുന്ന രീതിയിലായിട്ടുണ്ട്. അദ്ദേഹം ഇപ്പം നോക്കുകയാണെങ്കിൽ ഇപ്പം മിനി സ്ക്രീനിൽ ഒരു നിറസാന്നിധ്യമായിട്ട് മാറിയിട്ടുണ്ട്, മീനൂസ് കിച്ചൺ എന്നുള്ളതിൽ. അപ്പോൾ അതിനെപ്പറ്റിയെല്ലാം നമ്മൾ വിശേഷങ്ങൾ അറിയാം. അപ്പോൾ അതിനു മുമ്പ് അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ നമുക്ക് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം പറഞ്ഞാൽ ഇപ്പോഴും ഒരു നെഗറ്റീവ് രീതിയിലാണ് ആൾക്കാർ കാണുന്നത്, അദ്ദേഹത്തിന് ഒരു കോമഡി ക്യാരക്ടറായിട്ട് കാണുന്നുണ്ട്. അതല്ല അദ്ദേഹത്തിൻ്റെ ഉള്ളിലൊരു സ്റ്റഫുണ്ട്, അദ്ദേഹത്തിന് ക്വാളിഫിക്കേഷൻ ഉണ്ട്, അദ്ദേഹത്തിന് കുടുംബമുണ്ട്, അദ്ദേഹത്തിന് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയില്ല. അദ്ദേഹം പല ഇൻ്റർവ്യൂകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഒരു തുറന്നു പറച്ചിൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാൽ നമുക്ക് ഈ ഒരു ഫ്ലോറ് നമുക്ക് അദ്ദേഹത്തിൻ്റെ ഓപ്പണായിട്ട് സംസാരത്തിന് വേണ്ടിയിട്ടും നമുക്ക് അദ്ദേഹത്തിൻ്റെ മനസ്സ് തുറന്ന് സംസാരത്തിന് വേണ്ടിയിട്ടും എല്ലാം, വിവാദങ്ങൾ പല കാര്യങ്ങളെ പറ്റിയിട്ടും എല്ലാം അദ്ദേഹം തുറന്ന് സംസാരിക്കുന്നതിന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ നമുക്ക് അദ്ദേഹത്തെ നമുക്ക് സ്വീകരിക്കാം, ആർദ്രമായി വെൽക്കം ചെയ്യാം. ഹലോ മിസ്റ്റർ അലൻ, ഹായ്, വെൽക്കം ടു നമ്മുടെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. നമസ്കാരം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഫ്ലോർ ഓപ്പൺ ചെയ്യുകയാണ്. ഈ താങ്കൾക്ക് മനസ്സിലുള്ളത് മുഴുവൻ തുറന്നു പറയാനുള്ള ഒരു അവസരമാണിത്. കാരണം എന്താ പറഞ്ഞാൽ പലപ്പോഴും ഇന്റർവ്യൂ ചെയ്യുന്ന ആൾക്കാർ ഒരു റെസ്ട്രിക്ഷൻ വെക്കാറുണ്ട്. ആ റെസ്ട്രിക്ഷൻ ഇല്ലാതെ എന്തും തുറന്നു പറയാനുള്ള ഒരു വിവാദങ്ങളായിക്കോട്ടെ, എന്തുമായിക്കോട്ടെ തുറന്നു പറയാം. അതുപോലെ കൂടുതലും നമ്മളെ ആങ്കർ ചെയ്തിട്ടുള്ളത് ഒരു റീച്ചിന് വേണ്ടി ലേഡീസ് ആയിട്ടുള്ള ആങ്കറിങ് ആയിരുന്നു പലതും. അപ്പൊ അതില് പലതും ചില ആൾക്കാര് ചില സമയത്ത് ഒരു ഘട്ടത്തില് ഈ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ ലേഡീസ് ആങ്കർ ചെയ്താൽ മാത്രമേ ഹിറ്റ് ആവൂ എന്നൊരു ടോക്ക് ഉണ്ട് പൊതുവെ. പക്ഷെ അങ്ങനെയല്ല, ജെൻസ് ആങ്കർ ചെയ്യുന്ന വീഡിയോകളും ഇന്റർവ്യൂകളും ഞാനും ചെയ്തിട്ടുണ്ട്. ഇപ്പോ എടുത്ത് പറഞ്ഞ പോപ്പിൻസ് ആണെങ്കിലും മാപ്സ്റ്റിക് ആണെങ്കിലും ഞാൻ ജെൻസ് തന്നെ ആങ്കർ ചെയ്തിട്ടുണ്ടില്ലെന്ന് പറയുന്നില്ല. പക്ഷെ പൊതുവെ നോക്കുമ്പോൾ ഗേൾസിന്റെ ആങ്കർ ചെയ്ത പല പ്രോഗ്രാമും വൈറലായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ചില ആൾക്കാർക്ക് പുറകിന്നൊരു കുത്തലുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ തിരിക്കുന്ന സ്പേസ് അറിയാമല്ലോ, ഒരു ഡിസ്റ്റൻസ് എത്ര മീറ്റർ ഉണ്ടാവും ഡിസ്റ്റൻസ്? ഇപ്പൊ ഹാർഡ്ലി ഒരു കയ്യെത്തും ദൂരെ എന്ന് പറയാം. കയ്യെത്തും ദൂരെ, എന്നാലും സേഫ് അല്ലേ? സേഫാണ്. ഇപ്പൊ ഇവിടെ ലേഡി ഇരുന്നാലും നമ്മൾ ആക്രമിക്കും? ഇല്ല, പ്രത്യേകിച്ച് ക്യാമറയുടെ മുമ്പിൽ ആക്രമിക്കും. അപ്പോ നമ്മള് ഇപ്പൊ എന്നെ പറ്റി പല ആൾക്കാരും താങ്കൾക്ക് ആങ്കർ ചെയ്യാൻ ഇപ്പൊ പെൺകുട്ടികൾ പേടിയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അവർക്ക് മുന്നിലേക്കാണ് ഇപ്പൊ ഒരു ഇന്റർവ്യൂ വൈറ്റ്സ് ഫാമിലി ചാനല് എടുത്തു പറയാൻ കാര്യം എന്ന് പറഞ്ഞാൽ നല്ലൊരു ഇന്റർവ്യൂ ആയിരുന്നു. എന്ന് പറഞ്ഞാൽ അതിന്റെ BTS പുറത്തു വിട്ടു. BTS എന്ന് പറഞ്ഞാൽ ഈ ഗ്രീൻ സ്ക്രീൻ വെച്ചുള്ള ഒരു ഇന്റർവ്യൂ. കാരണം നമ്മൾ ഇരിക്കുന്ന സംഭവം വെച്ചുള്ള ഒറ്റ ഫ്രെയിമിൽ രണ്ടുപേരും കാണിക്കുന്ന രീതിയിൽ തന്നെ ആങ്കർ ചെയ്യുന്ന രീതി. അപ്പോ അങ്ങനത്തെ ഒരു സംഭവം വന്നെന്ന് വെച്ചാൽ ആൾക്കാർക്ക് ഒരു പോസിറ്റീവ്നെസ് ഉണ്ട് ചില നമ്മുടെ കാര്യത്തിൽ ചില പെൺകുട്ടികൾക്ക്. പക്ഷെ ചില ആങ്കർമാർക്ക് ഇപ്പോ വൈറലാവുന്ന ആൾക്കാർ എല്ലാവരെയും പിടിച്ച് ഇന്റർവ്യൂ ചെയ്യാനുള്ളൊരു ഇതില്ല. പക്ഷെ പേടിക്കേണ്ട ആവശ്യമില്ലെന്ന് ഞാൻ പറയുള്ളൂ. കാരണം നമ്മൾ ആരെയും കടിച്ചു ചെയ്ത് തീരാൻ പോണൊന്നുമില്ല. പിന്നെ നമ്മുടെ ഈ സോഷ്യൽ മീഡിയ ഞാൻ ലൈവ് എന്ന് പറഞ്ഞ സംഭവം ചെയ്യാൻ കാരണം എന്ന് പറഞ്ഞാൽ എന്റെ ബേസർ ലൈവ് പറഞ്ഞ കല്യാണത്തെ ബേസ് ചെയ്തിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. അതെന്റെ അച്ഛന്റെ അമ്മയും അമ്മയുടെ അമ്മയും എന്നെ 18-ാം വയസ്സ് തുടങ്ങി നിരന്തരം കളിയാക്കും. അത് നമുക്ക് പെട്ടെന്ന് മെന്റലി മൈൻഡ് മാറിയോണ്ടാണ് അങ്ങനത്തെ വീഡിയോ ചെയ്യേണ്ടി വന്നത്. കാരണം എനിക്ക് കല്യാണം അയക്കണം, ഇപ്പൊ തന്നെ കിട്ടണം എന്നൊക്കെ പറഞ്ഞ വീഡിയോ 21 വയസ്സോട് ഞാൻ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇപ്പൊ 24 വയസ്സായി, 21 വയസ്സിലേക്ക് കിടക്കുന്നു. പക്ഷെ നമുക്കൊരു ടൈം ഇപ്പോ അത്യാവശ്യം മീനൂസ് കിച്ചൺ പറഞ്ഞ സീരിയലിലൊക്കെ ക്യാരക്ടർ വേഷം സീരിയസ് ആണ്. ഇപ്പൊ ബ്രോക്കറായിട്ടാണ് ചെയ്യുന്നത്. ഇപ്പൊ എന്റെ കല്യാണത്തിന് ഇപ്പൊ ബ്രോക്കർ ഞാൻ ഫോട്ടോ കൊടുത്ത് അന്വേഷിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ തന്നെ ഉണ്ടാവും, 3-4 മാസം കൂടി ഉണ്ടാവും. കറക്റ്റ് മാസം പറയുന്നില്ല, ഈ വർഷം വരെ ഉണ്ടാവും. അപ്പോ നിലവില് നമ്മുടെ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണം മാത്രമല്ല, നമുക്കൊരു എന്താ പറയാ 2 കാലം നിൽക്കുക. അല്ലാണ്ട് പെട്ടെന്ന് ഇപ്പോ ആറാട്ടിന് 15 ദിവസം എല്ലാം കഴിക്കുന്നില്ല എന്നല്ല.